നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചും മനസ്സിലാക്കി. ഇന്ന് നാം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ കാറ്റഗറിയായ ആദ്യത്തെ കിങ്ഡമായ പ്രോകാരിയോട്ട് ഗ്രൂപ്പിൻ്റെ കിങ്ഡമായ മൊണീറയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ കിങ്ഡമാണ് കിങ്ഡം മൊണീറ. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ലോകത്തുള്ള എല്ലാ പ്രോകാരിയോട്ടിക് ഓർഗാനിസങ്ങളെയുമാണ്. ഒരു മൊണീറയുടെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ DNA ഒരു ന്യൂക്ലിയസിൽ എംബഡ് ചെയ്തല്ല ഇരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതുകൂടാതെ പ്രോകാരിയോട്ടിക് സെല്ലിനുള്ളിൽ റൈബോസോമുകളും നമുക്ക് കാണാൻ സാധിക്കും. കിങ്ഡം മൊണീറയെ 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു: യു ബാക്ടീരിയ, സയനോബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ യു ബാക്ടീരിയയും സയനോബാക്ടീരിയയും ഒരുമിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടി ഇവയെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാം. നമുക്ക് ആദ്യം യു ബാക്ടീരിയകളെ കുറിച്ച് പഠിക്കാം. യു ബാക്ടീരിയ എന്നാൽ ട്രൂ ബാക്ടീരിയ എന്നാണ് അർത്ഥം. ദേ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയകൾ. ദേ ആർ ഓൾസോ ലിവിംഗ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ് സച്ച് ആസ് ഹോട്ട് സ്പ്രിങ്സ്, ഡെസേർട്ട്, ഡീപ് ഓഷൻസ് വേർ വെരി അതർ ഫ്യൂ ലൈഫ് ഫോംസ് ക്യാൻ എക്സിസ്റ്റ്. അതായത് ലോകത്ത് മറ്റ് ജീവികൾ ജീവിക്കാൻ മടിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ബാക്ടീരിയകൾ വളരെ നിഷ്പ്രയാസം വളരുന്നു. ഇവയിൽ ചില മെമ്പേഴ്സ് പാരസൈറ്റുകൾ അഥവാ പരാന്നഭോജികളായും ജീവിക്കാറുണ്ട്. എല്ലാ യു ബാക്ടീരിയകൾക്കും ഒരു ബലമുള്ള സെൽ വാൾ ഉണ്ടായിരിക്കും. ഇനി ചലിക്കുന്ന ബാക്ടീരിയകളാണെങ്കിൽ അവയ്ക്ക് ഒരു ഫ്ലജല്ലയും ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ ബാക്ടീരിയ അതിന് അനുകൂല സാഹചര്യങ്ങളിൽ ബൈനറി ഫിഷനിലൂടെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. അതായത് ഒരു ബാക്ടീരിയ 2 ബാക്ടീരിയകളായി മുറിയുന്നു. അതാണ് ബൈനറി ഫിഷൻ. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷൻ അഥവാ മോശം സാഹചര്യത്തിൽ അവ ചില സ്പോറുകൾ അഥവാ രേണുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാക്ടീരിയയുടെ സ്പോറുകളെ എൻഡോസ്പോറുകൾ എന്നാണ് വിളിക്കുന്നത്. മറ്റ് ഏത് ജീവികളുടെ സ്പോറിനേക്കാളും പ്രതിരോധശേഷി കൂടുതലാണ് ബാക്ടീരിയയുടെ എൻഡോസ്പോറുകൾക്ക്. ഇവ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്നു. ഇത് കൂടാതെ ബാക്ടീരിയകളിൽ വളരെ ലളിതമായ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഒരു ബാക്ടീരിയയിൽ നിന്നും മറ്റൊരു ബാക്ടീരിയയിലേക്ക് DNA കൈമാറ്റം ചെയ്യുക എന്ന ഒരൊറ്റ പ്രക്രിയ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പ്ലസ് മൈനസ് ബാക്ടീരിയ, ബാക്ടീരിയകളിൽ ആണും പെണ്ണും ഒന്നുമില്ല. പ്ലസ് ബാക്ടീരിയ മൈനസ് ബാക്ടീരിയയും അടുത്തു വരുന്നു. പ്ലസ് ബാക്ടീരിയയിൽ നിന്നും ഒരു DNA കഷ്ണം മൈനസ് ബാക്ടീരിയയിലേക്ക് ഒരു ട്യൂബിലൂടെ കടത്തിവിടുന്നു. ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ അഥവാ ബാക്ടീരിയ എങ്ങനെ ആഹാരം സമ്പാദിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ബാക്ടീരിയൽ ന്യൂട്രീഷൻ 2ആയി നമുക്ക് ഡിവൈഡ് ചെയ്യാം: ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെട്രോട്രോഫിക് ന്യൂട്രീഷനും. ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ ആഹാരം സ്വയം കണ്ടെത്തുന്നു. ഇത് 2 തരത്തിൽ കാണാം. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, അതായത് ഫോട്ടോസിന്തസിസ് നടത്തി ഗ്രീൻ പ്ലാന്റ്സിനെ പോലെ ഭക്ഷണം ലൈറ്റിന്റെ സഹായത്തോടെ സൃഷ്ടിക്കുന്ന ബാക്ടീരിയകൾ. മറ്റൊന്ന് കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ, അഥവാ ഏതെങ്കിലും കെമിക്കൽ പ്രോസസ് മീഡിയേറ്റ് ചെയ്തുകൊണ്ട് എനർജി സൃഷ്ടിക്കുന്ന ബാക്ടീരിയകൾ. ഹെട്രോട്രോഫിക് ബാക്ടീരിയകളെ നമുക്ക് 2ആയി തിരിക്കാം. ഹെട്രോട്രോഫിക് ബാക്ടീരിയകൾ എന്നാൽ ആഹാരത്തിന് വേണ്ടി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നവരാണ് ഹെട്രോട്രോഫിക് ബാക്ടീരിയകൾ. അവ 2 തരത്തിലുണ്ട്: സാപ്രോഫൈറ്റിക് ബാക്ടീരിയ അഥവാ ഏതെങ്കിലും വസ്തുക്കളെ വിഘടിച്ച് ആഹാരം സമ്പാദിക്കുന്നവ. മറ്റൊന്ന് പാരസിറ്റിക് ബാക്ടീരിയ, അതായത് പരാന്നഭോജികളായി മറ്റേതെങ്കിലും ജീവികൾക്കുള്ളിൽ ജീവിച്ചുകൊണ്ട് ആഹാരം സമ്പാദിക്കുന്നവരാണ് പാരസിറ്റിക് ബാക്ടീരിയകൾ. ഓട്ടോട്രോഫിക് ബാക്ടീരിയകളിലെ ആദ്യത്തെ കാറ്റഗറിയാണ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. സാധാരണ നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിനെ പോലെ തന്നെ ഇവ ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ഇവയിലുള്ള ബാക്ടീരിയൽ ക്ലോറോഫിൽ ഫോട്ടോസിന്തസിസ് നടത്താൻ ഇവരെ സഹായിക്കുന്നു. എന്നാൽ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്തുകൊണ്ടാണ് എനർജി സൃഷ്ടിക്കുന്നത്. They oxidize various inorganic substances such as nitrites, nitrates and ammonia. വിവിധ നൈട്രജൻ സബ്സ്റ്റൻസുകളെ ഇവ ഓക്സിഡൈസ് ചെയ്യുന്നു. അങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ഇവ ATP സൃഷ്ടിക്കുന്നു. കീമോസിന്തറ്റിക് ബാക്ടീരിയകൾക്ക് പ്രകൃതിയിൽ ഒരു റോളുണ്ട്. ഇവ നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ തുടങ്ങിയ വസ്തുക്കൾ പ്രകൃതിയിൽ റീസൈക്കിൾ ചെയ്യുന്നതിന് അവ സഹായിക്കുന്നു. നിങ്ങൾക്കറിയാം, വിവിധ ജൈവ മാലിന്യങ്ങൾ ബാക്ടീരിയകളാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്. അപ്രകാരം അവർ ഡീഗ്രേഡ് ചെയ്യുന്നതിലൂടെ ഇത്തരം വസ്തുക്കൾ പ്രകൃതിയിൽ പുനഃചംക്രമണത്തിന് വിധേയമാകുകയും
വിവിധ ജീവികളിലേക്ക് അവ അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ അറിവിലേക്കായി വിവിധ തരത്തിലുള്ള കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയകളുടെ പ്രവർത്തനം കാണിക്കുന്ന ലിസ്റ്റാണിത്. ഹൈഡ്രജൻ ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ, അയൺ ബാക്ടീരിയ, നൈട്രേറ്റ് ആൻഡ് നൈട്രൈറ്റ് ബാക്ടീരിയ ഇവയുടെ പ്രവർത്തനം ഇവിടെ കാണാം. ഈ പ്രവർത്തനത്തിലൂടെ അവർക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായ എനർജി കിട്ടുന്നു. അതുകൊണ്ടാണ് ഇവയെ കീമോ ഓട്ടോട്രോഫുകൾ എന്ന് വിളിക്കുന്നത്. ഹെട്രോട്രോഫിക് ബാക്ടീരിയകൾക്ക് ഓട്ടോട്രോഫുകളെ പോലെ ഭക്ഷണം സ്വയം നിർമ്മിക്കാൻ സാധിക്കാത്തതിനാൽ അവ ആഹാരത്തിനായി മറ്റ് സോഴ്സുകളെയോ മറ്റ് ജീവികളെയോ ആശ്രയിക്കുന്നു. രണ്ട് തരം ഹെട്രോട്രോഫിക് ബാക്ടീരിയകളുണ്ട്. ഡീകമ്പോസേഴ്സ് അഥവാ സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ പാരസൈറ്റ്സ്. ഡീകമ്പോസിംഗ് ബാക്ടീരിയകളാണ് പാലിൽ നിന്നും തൈര് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യാനും ബാക്ടീരിയകൾ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ പയറുചെടികളുടെ വേരിൽ നൈട്രജൻ സ്ഥിരീകരിക്കാനും ബാക്ടീരിയകൾ നമ്മളെ സഹായിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു തൊട്ടാവാടി ചെടിയുണ്ടെങ്കിൽ അത് വേരോടെ പറിച്ചെടുത്തതിന് ശേഷം അതിന്റെ വേര് വെള്ളത്തിൽ നന്നായി കഴുകി നോക്കിയാൽ ഇതുപോലെയുള്ള ചില നോഡ്യൂൾസ് അഥവാ മുഴകൾ അവിടെ ഇരിക്കുന്നത് കാണാം. ഇതിനെയാണ് റൂട്ട് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. ഈ റൂട്ട് നോഡ്യൂൾസിന്റെ ഉള്ളിൽ ധാരാളം ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളെ റൈസോബിയം എന്നാണ് വിളിക്കുന്നത്. ഈ ബാക്ടീരിയകൾ ഒരു സിംബയോസിസ് രീതിയിലാണ്, സഹവർത്തിത്വത്തിലാണ് പയറുചെടിയുമായി കഴിയുന്നത്. ഇത് നൈട്രജനെ ഫിക്സ് ചെയ്ത് പയറുചെടിക്ക് കൊടുക്കുന്നു. പാരസിറ്റിക് ബാക്ടീരിയ ആർ പാത്തോജൻസ് കോസിംഗ് ഡാമേജ് ടു ഹ്യൂമൻ ബീയിങ്സ്, ക്രോപ്സ്, ഫാം അനിമൽസ് ആൻഡ് പെറ്റ്സ്. മനുഷ്യരുൾപ്പെടെയുള്ള ജന്തുക്കൾക്ക് ബാക്ടീരിയകൾ പല അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യന് വരുന്ന കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് എന്നിവ ബാക്ടീരിയ സൃഷ്ടിക്കുന്ന രോഗങ്ങളാണ്. ഇവ പാരസൈറ്റായി ജീവിക്കുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. പ്ലാന്റ്സിന് ഉണ്ടാകുന്ന രോഗത്തിന് എക്സാമ്പിൾ സിട്രസ് കാങ്കർ. നിങ്ങൾ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന നാരങ്ങയുടെ പുറത്ത് ഇത്തരത്തിലുള്ള ബ്രൗൺ കളറിലെ സ്പോട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഇതിനെയാണ് സിട്രസ് കാങ്കർ ഡിസീസ് എന്ന് പറയുന്നത്. ബാക്ടീരിയകളെ അതിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ 4ആയി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സ്ഫെറിക്കൽ ഷേപ്പിലെ ബാക്ടീരിയയാണ് കോക്കസ്, അതിന്റെ പ്ലൂറലാണ് കോക്സൈ. റോഡ് ഷേപ്പ് അഥവാ ദണ്ട് ഷേപ്പിലുള്ള ബാക്ടീരിയയാണ് ബാസില്ലസ്. കോമ ഷേപ്പിൽ കാണുന്ന ബാക്ടീരിയകളെ വിബ്രിയം എന്ന് വിളിക്കുന്നു. അതുപോലെ സ്പ്രിംഗ് പോലെ അല്പം ചുരുണ്ട് കാണപ്പെടുന്ന ബാക്ടീരിയയാണ് സ്പൈറില്ലം, അതിന്റെ പ്ലൂറലാണ് സ്പൈറില്ലൈ. കിങ്ഡം മൊണീറയിലെ അടുത്ത മെമ്പറാണ് സയാനോ ബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗ. മലയാളത്തിൽ ഇതിനെ നീലഹരിത ആൽഗകൾ എന്നും വിളിക്കുന്നു. ഇതിന്റെ പച്ച നിറത്തിന് ഒരു കാരണമുണ്ട്. ഇതിന്റെ സെൽസിനുള്ളിൽ നോക്കിയാൽ ക്ലോറോഫിൽ എ കാണാൻ സാധിക്കും. ഈ ക്ലോറോഫിൽ എ ഉള്ളതുകൊണ്ട് സാധാരണ ഗ്രീൻ പ്ലാന്റ്സിനെ പോലെ തന്നെ ഇവയ്ക്ക് ഫോട്ടോസിന്തസിസ് ഈസി ആയിട്ട് നടത്താൻ സാധിക്കും. അതുകൊണ്ട് ഇവയെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്നും വിളിക്കുന്നു. സയാനോബാക്ടീരിയകൾ സാധാരണയായി യൂണിസെല്ലുലാർ അഥവാ ഏകകോശ രൂപത്തിലോ കൊളോണിയൽ അഥവാ കോളനി രൂപത്തിലോ ഫിലമെന്റസ് ആയി അഥവാ നീണ്ട തന്തുക്കൾ രൂപത്തിലോ കാണാനായി സാധിക്കും. ഇവയുടെ താമസം കരയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ആകാം. കരയിൽ ചില നനഞ്ഞ പ്രതലങ്ങളിലോ മണ്ണിലോ അല്ലെങ്കിൽ മരത്തടികളിൽ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലോ എല്ലാം നിങ്ങൾ പച്ച നിറത്തിലുള്ള ജെൽ രൂപത്തിലുള്ള ചില വസ്തുക്കൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കും. ഇതാണ് സയാനോബാക്ടീരിയയുടെ കോളനികൾ. ഒരു സയാനോബാക്ടീരിയയുടെ ചിത്രമാണിത്. ഇതിൽ മ്യൂസിലാജിനസ് ഷീത്ത് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം സയാനോബാക്ടീരിയയുടെ ഫിലമെന്റ്, എസ്പെഷ്യലി കരയിൽ വളരുന്ന ടെറസ്ട്രിയൽ സയാനോബാക്ടീരിയയുടെ പ്രതലം എപ്പോഴും ഒരു മ്യൂസിലാജിനസ് ഷീറ്റ് അഥവാ ജെലാറ്റിനസ് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇത് വളരുന്ന പ്രദേശങ്ങളിൽ നമുക്ക് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത്. മലിനമായ ജലാശയങ്ങളിൽ അഥവാ ഫോസ്ഫേറ്റ്, സൾഫേറ്റ്സ് തുടങ്ങിയ പൊല്യൂട്ടൻസ് ധാരാളമായി എത്തിച്ചേരുന്ന ജലാശയങ്ങളിൽ സയാനോബാക്ടീരിയ ധാരാളമായി വളരാറുണ്ട്. ഇത് വെള്ളത്തിന്റെ ക്വാളിറ്റി നശിപ്പിക്കുന്നു. വെള്ളത്തിൽ താമസിക്കുന്ന പല വാട്ടർ ആനിമൽസ്, ഫിഷസ് പോലെയുള്ള ആനിമൽസിന്റെ എല്ലാം നാശത്തിനിത് കാരണമാകുന്നു. ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സെല്ല് സയാനോബാക്ടീരിയയുടെ ശരീരത്തിൽ കാണാൻ സാധിക്കും. ഈ സെല്ല് ഈ ബാക്ടീരിയകളെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നു. അതായത് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയയാക്കി മാറ്റാൻ സഹായിക്കുന്നു. അതിനാൽ സയാനോബാക്ടീരിയ വളരുന്ന മണ്ണിൽ ഫെർട്ടിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് കൃഷിക്കാർക്ക് സയാനോബാക്ടീരിയകൾ വളരുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സയാനോബാക്ടീരിയകളുടെ 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് നോസ്റ്റോക്ക്, മറ്റൊന്ന് അനബീന. ഇത് രണ്ടും വളരെ കോമൺ ആയി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന
രണ്ട് ടെറസ്ട്രിയൽ സയനോ ബാക്ടീരിയകളാണ്. മൊണീറ കുടുംബത്തിലെ അടുത്ത അംഗമാണ് ആർക്കി ബാക്ടീരിയ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഒരു പുരാതന സ്വഭാവ സവിശേഷതകളുള്ള ഒരു ബാക്ടീരിയയാണ്. ഭൂമിയിൽ വളരെയധികം മുൻപേ തന്നെ ആർക്കി ബാക്ടീരിയകൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. അതിനാൽ അവയ്ക്ക് ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. These bacteria are special since they live in some of the most harsh habitats such as extreme salty areas, hot springs and marshy areas. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാക്ടീരിയ വളരെ സ്പെഷ്യലാണ്. കാരണം ഇവ താമസിക്കുന്നത് ഭൂമിയിൽ വളരെ എക്സ്ട്രീം ക്ലൈമറ്റിക് സിറ്റുവേഷൻ ഉള്ള സ്ഥലങ്ങളിലാണ്. ഉദാഹരണമായി സാൾട്ടി ഏരിയാസിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് ഹാലോഫിൽസ്. ഹോട്ട് സ്പ്രിങ്സ് അഥവാ ആസിഡും ചൂടുമുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് തെർമോ അസിഡോഫിൽസ്. അതുപോലെ മാർഷി ഏരിയാസ് അഥവാ ചതുപ്പ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ് മെത്തനോജൻസ്. ഇവയെല്ലാം ആർക്കി ബാക്ടീരിയകളായി കണക്കാക്കപ്പെടുന്നു. ലോകത്ത് ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വോൾക്കാനോസിനടുത്തുകൂടെ ഒഴുകുന്ന ജലാശയങ്ങളിലും നദികളിലും എല്ലാം വളരെയധികം ചൂടും ആസിഡിറ്റിയും ഉണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ വളരുന്ന ബാക്ടീരിയകളാണ് തെർമോ അസിഡോഫിലസ് അഥവാ ചൂടും ആസിഡും ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയകൾ. അമേരിക്കയിലുള്ള യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥലമുണ്ട്. ഇസ്രായേലിലുള്ള ഡെഡ് സീ അഥവാ ചാവുകടലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തെ ഏറ്റവും സോൾട്ടിയായ വെള്ളമുള്ള ഒരു കടലാണ്, ഒരു ലാൻഡ് ലോക്ക്ഡ് സീ ആണ് ഡെഡ് സീ. ഇവിടെയുള്ള എക്സ്ട്രീം സോൾട്ട് കണ്ടീഷനിൽ കാണുന്ന ചില ബാക്ടീരിയകളാണ് ഹാലോഫിൽസ് അഥവാ ഉപ്പിനെ ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയകൾ. നിങ്ങൾ പത്രത്തിലും മറ്റും വായിച്ചിട്ടുണ്ടാവും, കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ചില വ്യക്തികൾ ശ്വാസം മുട്ടി അപകടത്തിൽപ്പെടുന്നതും, അതുപോലെ സെപ്റ്റ് ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ചില വ്യക്തികൾക്ക് ഇതുപോലെ അപകടം ഉണ്ടാകുന്നതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം അത് മീഥേൻ ഗ്യാസ് ആണ്. ചില ചതുപ്പ് പ്രദേശങ്ങളിൽ തീ കത്തുന്നതും കാണാം. അതും മീഥേൻ ഗ്യാസിന്റെ സഹായത്തോടെ ആണ് അത് സംഭവിക്കുന്നത്. ഇതിന് കാരണം മെത്തനോജൻസ് ആണ്, മീഥേൻ പ്രൊഡ്യൂസിംഗ് ബാക്ടീരിയകളാണ്. ഇവ ആർക്കി ബാക്ടീരിയകളിൽ പെടുന്ന മറ്റൊരു വിഭാഗമാണ്. ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന മീഥേൻ ഗ്യാസ് ആണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാക്കുന്നത്. പശു, ആട്, മാൻ, പോത്ത് തുടങ്ങിയ ജീവികൾ സദാസമയവും ചവച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്തരം ജീവികൾക്ക് ഒരു പ്രത്യേക സ്റ്റൊമക്കാണുള്ളത്. കോമ്പൗണ്ട് സ്റ്റൊമക്ക്, പല അറകളുള്ള സ്റ്റൊമക്കാണ്. ഇത് ആദ്യ തവണ പുല്ല് ചവച്ച് വിഴുങ്ങുമ്പോൾ ചെന്ന് വീഴുന്നത് ആ ബോൾ ഷേപ്പിലുള്ള റൂമൻ എന്ന അറയിലാണ്. അത് റെസ്റ്റ് എടുക്കുമ്പോൾ ഈ അറയിൽ നിന്നും വീണ്ടും പുല്ലോ വൈക്കോലോ വായിലേക്ക് തിരിച്ചെടുക്കുകയും വീണ്ടും രണ്ടാമത് ചവച്ച് അത് മറ്റൊരു അറയിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നു. ഈ റൂമൻ എന്ന് പറയുന്ന അറയ്ക്കുള്ളിൽ ഒരു ബാക്ടീരിയ താമസിക്കുന്നുണ്ട്. റൂമിനോകോക്കസ് എന്നാണ് അതിന്റെ പേര്. ഇത് മെത്തനോജനിക് ബാക്ടീരിയ ആണ്. ഈ ജീവികൾ കഴിക്കുന്ന പുല്ലും വൈക്കോലും ഉള്ള സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗട്ട്സ് ഓഫ് സെവറൽ റൂമിനന്റ് അനിമൽസ് സച്ച് ആസ് കൗസ് ആൻഡ് ബഫലോസ്. ഇത്തരം അനിമൽസിനെയാണ് റൂമിനന്റ് അനിമൽ അഥവാ റൂമൻ ഉള്ള അനിമൽസ് എന്ന് പറയുന്നത്. ഇവരുടെ ഉള്ളിൽ മെത്തനോജൻസ് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് അതിന്റെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇവയുടെ ചാണകത്തിൽ മെത്തനോജൻസ് ഉണ്ടായിരിക്കും. ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കാൻ കാരണം ഇത്തരത്തിലുള്ള ബാക്ടീരിയകളാണ്. ആർക്കി ബാക്ടീരിയകൾക്ക് ഇത്തരം എക്സ്ട്രീം ക്ലൈമറ്റിൽ ജീവിക്കാൻ സാധിക്കുന്നത് അവയുടെ സ്പെഷ്യൽ സെൽ വാൾ സ്ട്രക്ചർ കൊണ്ടാണ്. ആർക്കി ബാക്ടീരിയ ഡിഫറെന്റ് ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിംഗ് എ ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് ദിസ് ഫീച്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ സർവൈവൽ ഇൻ എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷൻസ്. ആർക്കി ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിന് ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോർമൽ ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനും റൈറ്റ് സൈഡിൽ ആർക്കി ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനും കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യത്യാസമാണ് ഇവയെ സർവൈവലിന് സഹായിക്കുന്നത്. കിങ്ഡം മൊണീറയിലെ അവസാനത്തെ മെമ്പറാണ് മൈക്കോപ്ലാസ്മാസ്. അവയുടെ ചില ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ദേ കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വാൾ. ഇവയ്ക്ക് മറ്റ് മൊണീറയെ അപേക്ഷിച്ച് സെൽ വാൾ ഉണ്ടായിരിക്കുകയില്ല. സെക്കൻഡ്ലി, ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ. നിങ്ങൾക്ക് സംശയം തോന്നാം, വൈറസ് അല്ലേ ഏറ്റവും സ്മോളസ്റ്റ് എന്ന് തോന്നാം. പക്ഷേ വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ ജീവികളായി കരുതപ്പെടുന്നത്. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലും അഥവാ ഒരു അനേറോബിക് കണ്ടീഷനിലും മൈക്കോപ്ലാസ്മയ്ക്ക് ജീവിക്കാനായി യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
മൈക്കോപ്ലാസ്മ പ്ലാന്റ്സിനും അനിമൽസിനും ഒരുപോലെ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ചന്ദന മരം അഥവാ സാൻഡൽ ട്രീയിൽ കാണുന്ന സാൻഡൽ സ്പൈക്ക് എന്ന് പറയുന്ന ഡിസീസിന്റെ ചിത്രമാണിത്. ഇതിന്റെ കോസിറ്റീവ് ഓർഗാനിസം മൈക്കോപ്ലാസ്മയാണ്. സിമിലർലി പ്ലൂരോന്യൂമോണിയ എന്ന് പറയുന്ന ഒരു റെസ്പിറേറ്ററി ഡിസീസ് കന്നുകാലികളിൽ കാണാറുണ്ട്. ആ വളരെ സിവിയറായ രോഗത്തിന് കാരണം മൈക്കോപ്ലാസ്മയാണ്.